രാവിലെ തന്നെ എണീച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ആന കരിമ്പും കാട്ടി കയറി പോലെ നമ്മളെ കാർട്ടൂൺ സാധനങ്ങളൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ ഉമറുണ്ട് കയറും ഇതൊക്കെ എടുത്ത് വരുന്നത്. ഞാൻ വിചാരിച്ചു ഓണമൊക്കെ ആയതുകൊണ്ട് കമ്പോലിക്കുള്ള കയറ് കൊടുത്ത് വരുന്നതാണ് ഉമർ. ഒരുത്തൻ രാവിലെ തന്നെ മുഖത്തിടാനൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ച ഐസാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജിമ്മിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ഇത് നമ്മൾ കുറച്ച് നേരം വൈകിപ്പോയി. സാധാരണ നമ്മൾ ഇതിലും നേരത്തെ പോകാറുണ്ട്. ഈ കാണുന്ന ചെറിയ മരത്തിൽ ഈത്തപ്പഴമൊന്നും ആരും വന്ന് പറിക്കാറില്ല. നമ്മൾ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇതൊക്കെ പറിക്കാറുള്ളൂ. ജിമ്മിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ വന്ന് കയറിയപാട് തന്നെ ഒരു ജ്യൂസ് പതിവാണെന്നും ചെക്കനുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു പേടിയും ബേജാറില്ല. എന്തെങ്കിലുമൊക്കെ ആറ്റി കുറുക്കി അവൻ ഉണ്ടാക്കി വെക്കും. എന്തൊക്കെയോ സാധനങ്ങൾ അതും ഇതൊക്കെ വാരി പെറുക്കിയിട്ട് അവസാനം എന്തായാലും ഒരു ഷെയ്ക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാ പണിയും കഴിഞ്ഞെന്ന് വിചാരിച്ച് സമാധാനപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത് അലക്കാനുണ്ട് ഒരു ലോഡിന്. അലക്കാനുള്ള കൊട്ടയെടുത്ത് മനസ്സില്ലാ മനസ്സോടെ നേരെ മെഷീന്റെ അടുത്തേക്ക് പൊടിയും വാരി വലിച്ചെറിഞ്ഞ് കുറച്ച് വെള്ളം എടുത്ത് വെച്ച് പിടിച്ചങ്ങൊന്ന് കറക്കി. സത്യം പറഞ്ഞാൽ ഇതിൽ വല്ലാതെ അഴുക്ക് കാണുന്നുണ്ട്. നമ്മുടെ വസ്ത്രത്തിലൊന്നും സത്യം പറഞ്ഞാൽ ഇത്രയും അഴുക്കില്ല. ഇത് ഈ വാഷിംഗ് പൗഡർ കമ്പനിക്കാരുടെ ഒരു ട്രിക്കാണ്. ഈ പൗഡർ ഇട്ട് നമ്മൾ അലക്കുമ്പോൾ വല്ലാതെ ഈ കളർ മാറുന്നുണ്ട്. എന്തോ ഒരു കെമിക്കൽ ഇവർ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലേ അടുത്ത തവണയും നമ്മൾ നല്ലോണം ചെളി പോകുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇതേ പൗഡർ നമ്മൾ വാങ്ങുകയുള്ളൂ. അങ്ങനെ അലക്കിയതൊക്കെ ഉണക്കി ഈ തല മുതൽ ആ തല വരെ വിരിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മസിരിയണ്ണം വലിയ ഈത്തപ്പഴ മരത്തിൽ നിന്ന് ഒരു കൊല പറിച്ചിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ വീഡിയോ എടുക്കാനൊക്കെ പറയണം. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.